ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. നാളെ 16/3/2023 നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ആനുവൽ എക്സാമിനേഷൻ ഡേ ആണ്. സോ നമ്മൾ A+ കൊണ്ടേ പോകൂ, ഉറപ്പിച്ച കാര്യമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 36 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി അതിൻ്റെ ഉത്തരങ്ങൾ പഠിച്ചു പോയാൽ മക്കളെ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് A+ ഉറപ്പാണ്. നല്ല രീതിയിൽ ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഉറപ്പ് വരുത്തുക, ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുക, സ്വയം പറഞ്ഞു നോക്കുക, എഴുതി നോക്കുക, ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോവുക. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ പഠിക്കണം. ദാറ്റ്സ് ദ ഓൺലി ഡ്യൂട്ടി യു ഹാവ് ടു ഡൺ ഫോർ യുവർ എക്സാം. പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. സോ ഞാനൊരു ഓർഡറിൽ അങ്ങനെ പറയാൻ പോവുകയാണേ, ഓരോന്ന് നന്നായിട്ട് മനസ്സിലാക്കിയെടുത്തോളൂ. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ദ റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിൽ പ്രോഫിറ്റ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു യാർഡ് സ്റ്റിക്കാണ്. ആ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലും ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രോഫിറ്റ്. അത് മാത്രമല്ല, ഷെയർ ഹോൾഡേഴ്സൊക്കെ ആയിട്ട് ഇനി ആളുകൾ പൊട്ടൻഷ്യലായിട്ട് വരണമെങ്കിൽ ആ സ്ഥാപനത്തിന് അതിൻ്റേതായ പ്രോഫിറ്റ് കൂടിയേ തീരുള്ളൂ. സോ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദ റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ് നന്നായിട്ട് പഠിച്ചോളാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് ഇൻ യുവർ എക്സാം. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. നമുക്കറിയാം പ്രോഫിറ്റാണ് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അത് കൂടാതെ തന്നെ മാർക്കറ്റ് സ്റ്റാൻഡിങ്, ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഏർണിംഗ് പ്രോഫിറ്റ്, ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ പ്രോഫിറ്റ് ഒഴികെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യമായിട്ടുള്ളതെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ആ ചാപ്റ്റർ പഠിക്കേണ്ട ഒരു കാര്യമാണ് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. അതായത് എന്താണ് ദ പ്രോബബിലിറ്റി ഓർ ദ പോസിബിലിറ്റി ഓഫ് ഇന്നാഡ്യൂക്കേറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള റിസ്ക് ഉണ്ട്? റിസ്കിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡ്യൂ ടു അൺസർണിറ്റി ആണ്, എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ മെയിൻലി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്, ആൻഡ് പ്രോഫിറ്റ് ആണ് റിസ്കിന് കിട്ടുന്ന ആ ഒരു അവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഓക്സിലറീസ് ഓർ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓക്സിലറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിങ് ആൻഡ് അഡ്വർടൈസിങ്. നന്നായിട്ട് പഠിച്ചോളാം. ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ, ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന 6 കാര്യങ്ങളാണത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഓരോന്നിനും അതിൻ്റേതായ ചുമതലയുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിമൂവൽ ദ ഹിൻഡ്രൻസ് ഓഫ് ലാക്ക് ഓഫ് നോളജ്, അതുപോലെ തന്നെ പ്ലേസ്, ഫിനാൻസ്, റിസ്ക്, ടൈം, ഇതിലൊക്കെ ഓരോന്നും യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെലക്ഷൻ ഓഫ് ദ ബിസിനസ്, സൈസ് ഓഫ് ദ ഫേം, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, ഫിനാൻസിങ്, ഫിസിക്കൽ ഫെസിലിറ്റീസ്, പ്ലാൻ ലേ ഔട്ട്, ടാക്സ് പ്ലാനിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഫാക്ടേഴ്സ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സും നോക്കുക. അടിപൊളിയായിട്ട് ആ ഒരു ഏരിയ പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് പഠിക്കാനുണ്ട് 2ാമത്തെ ചാപ്റ്ററിൽ. അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ഫോർമേഷൻ, ക്വിക്ക് ഡിസിഷൻ, മോട്ടിവേഷൻ, സീക്രസി, ക്ലോസ് പേഴ്സണൽ റിലേഷൻ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ വയ്ക്കുക. അതുപോലെ ലിമിറ്റഡ് ക്യാപിറ്റൽ ആണ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി ഒക്കെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. സോ ഈ 5 ഫോം ഓഫ് ഓർഗനൈസേഷൻ നിങ്ങൾ പഠിക്കണം. അതിൽ മെയിൻലി സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്. ഫീച്ചേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറിറ്റ്സും ഡീമെറിറ്റ്സും അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എഴുതാൻ പറ്റും. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചോ. നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന്
ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? ദ റിട്ടൺ എഗ്രിമെൻറ്റ് വിച്ച് സ്പെസിഫൈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള റൂൾസും റെഗുലേഷൻസും കണ്ടീഷൻസും അടങ്ങിയിട്ടുള്ള ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു 5-6 കണ്ടന്റെങ്കിലും പഠിച്ചു വെച്ചോളൂ. നെയിം ഓഫ് ദ ഫേം, ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അതിൻ്റെ ഒരു 4-5 കണ്ടന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ 4 മെരിറ്റും 4 ഡീമെരിറ്റും പഠിച്ചു വെച്ചോളൂ മക്കളെ. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യരുത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെരിറ്റും ഡീമെരിറ്റും, അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും പറയാൻ വേണ്ടി പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. അതായത് മെറിറ്റ് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഉണ്ട്, പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ഉണ്ട്, പബ്ലിക് കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അതിൽ പറയാൻ പറ്റും. ഞാൻ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡീമെറിറ്റ് ആണെങ്കിൽ ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ, ലാക്ക് ഓഫ് സീക്രസി, ന്യൂമറസ് റെഗുലേഷൻ, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, കോൺഫ്ലിക്ട്സ് ഇൻ ഇൻട്രസ്റ്റ്, ഇതിനൊക്കെ സാധ്യത ഉണ്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ. സോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ഫോർമേഷൻ ആൻഡ് പെർപെക്ച്വൽ സക്സഷൻ, കൺട്രോൾ ലയബിലിറ്റി, കോമൺ സീൽ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് തന്നിട്ടായിരിക്കും നിങ്ങളോട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഏരിയ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ ആ ഒരു തരം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജനറൽ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ആയിട്ട് വില്ല്, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ടൈപ്പ് ഓഫ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിക്കും. വോളണ്ടറി മെമ്പർഷിപ്പ്, ലീഗൽ സ്റ്റാറ്റസ്, ലിമിറ്റഡ് ലയബിലിറ്റി, കൺട്രോള്, സർവീസ് മോട്ടീവ്, ഇതൊക്കെയാണ് എന്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ്. ഇനി മെറിറ്റ്സ് ആണ് ചോദിച്ചെങ്കിൽ ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റേറ്റസ്, ലിമിറ്റഡ് ലയബിലിറ്റി, സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, എക്കോണമി ഇൻ ഓപ്പറേഷൻസ്, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്, ഈസി ഫോർമേഷൻ, ഇതൊക്കെ അതിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഈ 1 man 1 vote എന്നുള്ളൊരു സംഭവം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ്. മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു വെൽഫെയർ ആണ് അതിൻ്റെ മെയിൻ മോട്ടീവായിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലും ആസ് എ ഫോളോയിങ്ങും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ഓഡ് വൺ ഔട്ട് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 3ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ഡീമെറിറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യാൻ പാടില്ല. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോക്കുക. പിന്നെ എന്താണ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ? പബ്ലിക് സെക്ടറിൽ ചേഞ്ചിങ് റോൾ എന്താണെന്നൊന്ന് നോക്കി വെക്കുക. ഒരു എക്കോണമിയുടെ വളർച്ചയ്ക്ക് ആ നാടിൻ്റെ പബ്ലിക് സെക്ടറിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എൻ്റർപ്രൈസിൻ്റെ റാപ്പിഡ് എന്താ പറയുക എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസുകളെ സപ്പോർട്ട് ചെയ്യുക, ഇൻകം ഓഫ് ഡിഫറെൻറ്റ് പീപ്പിളിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജസ് ഒക്കെ സെറ്റ് ചെയ്യുക, പിന്നെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ അൺബാലൻസസ് ഒക്കെ കുറയ്ക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഒരു എക്കോണമീനെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഒരു പബ്ലിക് സെക്ടറിന് എന്തൊക്കെ കഴിയും എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ സർവീസും ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഗുഡ്സ് എന്ന് പറയുമ്പോൾ ടാൻജിബിൾ ആണ്, സർവീസസ് ഇൻടാൻജിബിൾ ആണ്. അതേപോലെ തന്നെ ഗുഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, സർവീസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഗുഡ്സിൽ ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, എന്നാൽ സർവീസിൽ അത് ആവശ്യമാണ്. ഗുഡ്സിൽ സെപ്പറേറ്റ് ആണ്, എന്നാൽ സർവീസിൽ ഇൻസെപ്പറബിൾ ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇൻസെപ്പറബിലിറ്റി, ഇൻവോൾവ്മെൻറ്റ്, ടാൻജിബിലിറ്റി, സ്റ്റോറേജ്, ഐ മീൻ എന്താ പറയുക ഇൻവെൻട്രി, അങ്ങനത്തെ കുറച്ച് ബേസിസ് വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഫീച്ചേഴ്സ് ഡിഫറൻസ് നന്നായിട്ട് നോക്കണം, ഗുഡ്സും സർവീസസും. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബിസിനസ് സർവീസസ് ആണ്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ 2-3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എക്സ്പെക്റ്റ് ചെയ്യാം +2-നൊക്കെ മോഡലിൽ ചോദിച്ച പല ചോദ്യങ്ങളും എന്താ പറയുക പബ്ലിക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരു 3-4 ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മോഡലിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, സെയിം പാറ്റേണിൽ. ഓക്കെ, സോ യു ക്യാൻ എക്സ്പെക്റ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നിർബന്ധമായും പഠിച്ചിരിക്കുക.
അപ്പോൾ അതിലെന്തൊക്കെയാണ് വരിക? നമുക്ക് മൊത്തത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനെ രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ഫംഗ്ഷനെന്നും സെക്കൻഡറി ഫംഗ്ഷനെന്നും. പ്രൈമറി ഫംഗ്ഷനിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ഉണ്ട്, ലെൻഡിങ് ലോൺസും ഉണ്ട്. അതുപോലെ സെക്കൻഡറിയിൽ ഏജൻസി സർവീസസും ഉണ്ട്, ജനറൽ യൂട്ടിലിറ്റി സർവീസസും ഉണ്ട്. ഈ ഡെപ്പോസിറ്റിൽ എന്തൊക്കെ വരും? കറണ്ട് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വരും. ലോണിൽ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ടേം ലോൺസ് വരും. ഇനി അപ്പുറത്ത് ഏജൻസി ഫംഗ്ഷൻസും ഉണ്ട്, അതേപോലെ ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസും ഉണ്ട്. ഇപ്പോൾ കസ്റ്റമറിൻ്റെ ചെക്ക് കളക്ട് ചെയ്യുക, അതുപോലെ പ്രീമിയം അടയ്ക്കുക, ഡിവിഡൻഡ് കളക്ട് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഏജൻസി സർവീസിൽ പറയാം. എന്നാൽ ഒരു എന്താ പറയുക, കസ്റ്റമറിൻ്റെ സേഫ് കസ്റ്റഡി, അതുപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാം, ഷെയർസ് അണ്ടർ റൈറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ റെഡി ആയി കൊടുക്കുക, ഇതൊക്കെ അതിൻ്റെ ഏജൻസി ജനറൽ യൂട്ടിലിറ്റിയിൽ വരും. നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്തോരം ഇമ്പോർട്ടൻസ് നിങ്ങൾ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. മക്കളെ ഒരു രീതിയിലും മിസ് ചെയ്യരുത്. 7 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെംനിറ്റി, സബ്രോഗേഷൻ, കോസ പ്രോക്സിമ, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാനലിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്താ പറയുക ചെയ്ത് വെച്ചിട്ടുണ്ട്, വിത്ത് എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഇരുന്ന് കാണാൻ, അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഇരുന്ന് പഠിക്കുക നിർബന്ധമാണ്. പിന്നെ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. രണ്ടും തമ്മിലൊരു വ്യത്യാസം. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ലൈഫാണ് നമ്മളവിടെ നിന്ന് ഇൻഷുർ ചെയ്യുന്നത്. ജനറൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ അതർ ദാൻ ലൈഫാണ്. ഓക്കെ, അതർ ദാൻ ലൈഫാണ്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ജനറൽ ഇൻഷുറൻസ് തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അഷ്വറൻസ് ആണ്, മറ്റേത് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്ന് അത് പഠിച്ചു വെക്കണം, അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്. പിന്നെ ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സ്കോപ്പ് വരുന്നുണ്ട്. അതായത് എന്താണ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ്സിലൂടെ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. അതേപോലെ തന്നെ ടൈം നമുക്ക് ഒത്തിരി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കുറച്ചൊരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അതിൽ ഒത്തിരി ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇലക്ട്രോണിക്കലി കണക്ഷൻ വിത്ത് മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നതാണ് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ആ ഒരു ടൈപ്സ് B2B, B2C, B2E, C2C, B2G, ഇൻട്രാബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും ഇത് ഏത് ടൈപ്പ് ബിസിനസ് ആണെന്ന് ചോദിക്കും. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഇതിൽ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും റിലീഫ് ഫണ്ടിലേക്കൊക്കെ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യല്ല, അവർക്ക് സഹായിക്കാൻ കൊടുക്കുകയാണ്. അതൊക്കെ എന്തിലാണ് വരച്ച ഡിസ്ക്രിഷണറിയിലാണ് വരിക. നിങ്ങളെ തെറ്റിക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൽ പെട്ട ആളുകളെ സഹായിക്കുക, അതൊക്കെ ഡിസ്ക്രിഷണറിയാണ്, ആരും നിർബന്ധിക്കാതെ ചെയ്യുന്നത്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ ഇമോഷൻസിന്, ഫീലിങ്സിന്, സെൻറ്റിമെൻറ്റ്സിനൊക്കെ വാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എത്തിക്കലിൽ വരും. അപ്പോൾ അത് രണ്ടും നമ്മൾ മാറിപ്പോകരുത്. പിന്നെ എക്സ്പ്ലെയിൻ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ഓണേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഗവൺമെൻറ്. അതായത് ഒരു ബിസിനസ്സിന് പല ആളുകളോട് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഉണ്ടാവുക. ഓരോരുത്തരോടും ഓരോരോ ടൈപ്പാണ്. ഇപ്പോൾ ഓണേഴ്സിനോടുള്ളതല്ല കൺസ്യൂമേഴ്സിനോട്, ഗവൺമെൻറ്റിനോട്, കമ്മ്യൂണിറ്റിനോട്. അപ്പോൾ ഓരോരോ ടീമിനോടുള്ള, പ്രത്യേകിച്ച് ഓണേഴ്സിനോടും കൺസ്യൂമേഴ്സിനോടും ഗവൺമെൻറ്റിനോടുള്ള ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫെയർ ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക, ഓണേഴ്സിനുള്ളതാണ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിന് കൊടുക്കുക, ഗവൺമെൻറ്റിന് കറക്റ്റ് സമയത്ത് ടാക്സ് പേ ചെയ്യുക, കൺട്രിയുടെ ലോസ് ഒക്കെ എന്താ പറയുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ബാക്ക്വേർഡ് ഏരിയാസിലേക്കൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് പോവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കൺസ്യൂമേഴ്സിനാണെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഓണേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അങ്ങനത്തെ ഓരോരുത്തരോട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫോർമേഷൻ 4 സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ളത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേജും നിങ്ങൾക്ക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ 5 ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടറുടെ 5 ഫങ്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് അദ്ദേഹമാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യണത്, ഫീസിബിലിറ്റി സ്റ്റഡി, നെയിം അപ്രൂവൽ, ഫിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നിറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽ, പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻ്റ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കോൺസെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ്, എഗ്രിമെൻറ്റ് വിത്ത് ഡയറക്ടേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ,
ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ. പിന്നെ മക്കളെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മസ്റ്റായിട്ട് വരും എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് വരും. അതിൻ്റെ ബേസിസ് ഒക്കെ കൊടുത്ത് ഡിഫറൻസിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസുള്ള ചാപ്റ്ററത്തെയാണ്. മസ്റ്റായിട്ട് വരും. എന്താണ് ഇക്വിറ്റി ഷെയർസ്, എന്താണ് പ്രിഫറൻസ് ഷെയർസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഉറപ്പാണ്. അതായത് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ് ഒരു സ്ഥാപനത്തിന് ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത്. എന്നാൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമല്ല. ഇക്വിറ്റി ഷെയർസിന് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല, എന്നാൽ പ്രിഫറൻസ് ഷെയർസിന് അത് ഫിക്സ്ഡ് ആണ്. പിന്നെ ഡിവിഡൻഡ് ആദ്യം കിട്ടാനുള്ള റൈറ്റ് ഒന്നും ആർക്കില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനില്ല. എന്നാൽ ഫസ്റ്റ് ഡിവിഡൻഡ് കിട്ടാനും ഫസ്റ്റ് ക്യാപിറ്റൽ റീപേ ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. കമ്പനിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, ഇപ്പോൾ അതായത് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പറ്റും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പറ്റത്തില്ല. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഒക്കെ നന്നായിട്ട് നോക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ്. പിന്നെ ടൈപ്സ് ഓഫ് ഷെയർസ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബെഞ്ചർ. ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും പറഞ്ഞതുപോലെ തന്നെയാണ് ഷെയർസും ഡിബെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഓക്കെ, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. നോ സെക്യൂരിറ്റി ഈസ് റിക്വയർഡ് ടു ഇഷ്യൂ ഷെയർസ് ആൻഡ് generally debentures are secured. Shares are not redeemable, debentures are redeemable. Shares is a owner's fund, debenture is a borrowed fund. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചോദിക്കണം. പിന്നെ എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് എന്താ പറയുക ക്യാപിറ്റലാണ് എന്ത് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫണ്ടാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതിന് മുകളിൽ ഒരു ചാർജും തന്നെ ഈടാക്കേണ്ട ആവശ്യമില്ല. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്തിനും എക്സ്പാൻഷൻ ഒക്കെ പറ്റുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏർണിങ്സ് ആണ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. അതൊരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. അതിന് കോസ്റ്റ് വേണ്ട, മോർ ഡിപ്പെൻഡബിൾ ആണ്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ഒന്നും അതിൽ വരുന്നില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിട്ടേൺ ഏർണിങ്സ്. നന്നായിട്ട് പഠിക്കാം. പിന്നെ എന്തൊക്കെയാണ് ഇന്ത്യയിൽ സ്മോൾ ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനാൻസ് ഇല്ലാത്ത പ്രശ്നം, മാനേജറിയൽ സ്കില്ല്, ടെക്നോളജി ഇല്ല, അതേപോലെ തന്നെ ഹൈലി കോമ്പറ്റീഷനാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ, പിന്നെ അഡിക്വേറ്റ് ഫിനാൻസ് കിട്ടാത്ത പ്രശ്നങ്ങൾ, ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കില്ല്, ഹയർ സാലറീഡ് കൊടുത്തിട്ട് നല്ല ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ തരാൻ പറ്റുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്യുക, ഇതൊക്കെ ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്മോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങളാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. നബാർഡ്, RSBDC, NSIC, സിഡ്ബി, പിന്നെ NCUSS, അതേപോലെ തന്നെ DIC, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടെക്നിക്കലായും ഫിനാൻഷ്യലായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. കൺസെഷണൽ റേറ്റിൽ ലാൻഡ് അവൈലബിൾ ആക്കുക, സപ്ലൈ ഓഫ് പവർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്ടർ സപ്ലൈഡ് ഓൺ ദ നോൺ പ്രോഫിറ്റ് നോൺ ലോസ് ബേസിസ് ആൻഡ് പിന്നെ ഓൾ യൂണിയൻ ടെറിട്ടറീസ് ഇൻഡസ്ട്രീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. മോസ്റ്റ് സ്റ്റേറ്റ്സ് ഹാവ് അബോളിഷ്ഡ്, അതായത് ഒക്ട്രെ പോലെയുള്ള ടാക്സുകളിൽ നിന്ന് അവരൊക്കെ വിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ട സർവീസസ് തന്നെയാണ്. പിന്നെ അടുത്ത ചോദ്യം, കൺസ്യൂമേഴ്സിന് റീറ്റെയിലേഴ്സ് ഏതൊക്കെ രീതിയിലാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റീറ്റെയിലേഴ്സിൻ്റെ സർവീസസ് റീറ്റെയിലേഴ്സ് ഏതൊക്കെ രീതിയിലാണ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്? റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്സ്. പിന്നെ വെറൈറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്, പിന്നെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം റീറ്റെയിലേഴ്സിൻ്റെ സർവീസസ് പഠിച്ചോളാം. പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിന് എന്തൊക്കെ സഹായങ്ങളാണ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നന്നായിട്ട് നോക്കാം. 30ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ചാർട്ട് ഷോയിങ് ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡ് നമുക്കറിയാം, ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് മെയിൻ ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ 2 ഭാഗമാക്കുക. ഫസ്റ്റ് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ്, 2 ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ്. ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിൻ്റെ താഴെ ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്, ചീപ്പ് ജാക്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് ആൻഡ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സിനെ 2 ആക്കുക. സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സും ലാർജ് സ്കെയിൽ ട്രേഡേഴ്സും. സ്മോൾ സ്കെയിലിൻ്റെ താഴെ ജനറൽ സ്റ്റോഴ്സ്, സിംഗിൾ ലൈൻ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്സ്, സ്ട്രീറ്റ് ഷോപ്സ്, സെക്കൻഡ് ഹാൻഡ് ഷോപ്സ്. ലാർജിൻ്റെ അവിടെ
നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്, മൾട്ടിപ്പിൾ ഷോപ്പ്, മെയിൽ ഓർഡർ ബിസിനസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, സൂപ്പർ ബസാർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, ചാർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ മാർക്ക് മിക്കവാറും 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മൾട്ടിപ്പിൾ സ്റ്റോഴ്സിൻ്റെ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സിൻ്റെ മെറിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതണം. എന്താണ് മൾട്ടിപ്പിൾ ചെയിൻ സ്റ്റോഴ്സ് എന്നും അത് വിളിക്കാറുണ്ട്. മെറിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എൻജോയ്സ് എക്കോണമീസ് ഓഫ് ബൾക്ക് പർച്ചേസ് ആൻഡ് ദർ ഇസ് നോ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്. അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഭയങ്കര ചിലവ് കുറവാണ്, അതിൽ എക്കോണമി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. Then multiple shops are located in towns and cities. They attract a large number of customers. All branches of multiple shops are uniform style, design and display of goods, and all the branches sell quality goods at a uniform prices. It creates public confidence. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാം. പിന്നെ സൂപ്പർ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സൂപ്പർ മാർക്കറ്റ്? അതിൻ്റെ 4 മെറിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ക്യാൻ പർച്ചേസ് എവറിത്തിങ് ഫ്രം സൂപ്പർ മാർക്കറ്റ്. ദർ ഇസ് നോ ബാഡ് ഡെപ്റ്റ് ആസ് സെയിൽസ് ആർ ഓൺ ക്യാഷ് ബേസിസ് ഓൺലി and they are located at the center of the town and consumers can select goods according to their taste and preferences and variety of goods is available in a supermarket. ഒരുപാട് മെറിറ്റ്സ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ കേസിൽ പറയാം. അവിടെ എന്തില്ല, ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഐ മീൻ ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങുന്നതിനെ കൊണ്ട് ബാഡ് ഡെപ്റ്റ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് ഉണ്ട് കൺസ്യൂമേഴ്സിന്. അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച് വാങ്ങാം. ഇതിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞാൽ ഈസിയാണ്, കാരണം മിക്കവാറും ടൗണിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലേക്കായിരിക്കും സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുക. സോ ഇതൊക്കെ നമുക്ക് അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ്. 33ാമത്തെ ചോദ്യം, സൂപ്പർ മാർക്കറ്റിൻ്റെ മെറിറ്റ്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു എന്തൊക്കെയാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ മെറിറ്റ്സ്. പിന്നെ സ്റ്റേറ്റ് എനി ഫോർ ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. നമ്മൾ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് ഉള്ളത് കൊണ്ട് ഒരു നാടിന് എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഉള്ളത്, അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏർണിംഗ് ഓഫ് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ബെനിഫിറ്റ്സ് ടു നേഷനും ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ടു ഫേംസും ഉണ്ട്. ബെനിഫിറ്റ്സ് ടു നേഷൻ നോക്കുകയാണെങ്കിൽ ഏർണിംഗ് ഓഫ് foreign exchange, more efficient use of resources, improving growth prospects and employment potential, പിന്നെ increased standard of living, international relation. അതുപോലെ നമുക്ക് ഫേംസിൻ്റെ പറയാം, പ്രോസ്പെക്ട്സ് ഫോർ ഹയർ പ്രോഫിറ്റ്, ഇൻക്രീസ്ഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, പ്രോസ്പെക്ട്സ് ഫോർ ഗ്രോത്ത്, എൻഹാൻസസ് കോമ്പറ്റീഷൻ, പിന്നെ ഇംപ്രൂവ്ഡ് ബിസിനസ് വിഷൻ ഒക്കെ നമുക്കതിൽ പറയാവുന്നതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ നമുക്ക് മേന്മകൾ പറയുകയാണെങ്കിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കയറി വരാം. മോഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. അതിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, കോൺട്രാക്ട് മാനുഫാക്ചറിങ്, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, ഹോളി ഓൺഡ് സബ്സിഡറീസ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഒഴിവാക്കിയിട്ടുള്ളത് ഈ ചാപ്റ്ററിലല്ല കേട്ടോ, അത് വേറൊരു ചാപ്റ്ററിലാണ് ഒഴിവാക്കി. ഈ ചാപ്റ്ററിൽ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. നല്ല രീതിയിൽ പഠിച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു 5 മോഡും പ്രത്യേകിച്ച് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ് ഒക്കെ എടുത്തെടുത്ത് ചോദിക്കും. ലൈസൻസിങ് ഫോർ ഗുഡ്സ് ആണ്, ഫ്രാഞ്ചൈസിങ് ഫോർ സർവീസസ് ആണ്. പിന്നെ ഏതെങ്കിലും 5 എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാം. അതിലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ അതിൽ നോക്കേണ്ട കാര്യം, കുറച്ച് ഡോക്യുമെൻറ്റ്സ് നന്നായിട്ട് നോക്കുക. ലൈക്ക് ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലേഡിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, മെയ്റ്റ്സ് റെസിപ്റ്റ്, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കാം. അതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടും. സോ ഷിപ്പിംഗ് ബില്ല്, കാർ ടിക്കറ്റ്, ബിൽ ഓഫ് ലേഡിങ്, മെയ്റ്റ് റെസിപ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഷിപ്പിംഗ് ബില്ല്, ബിൽ ഓഫ് ലേഡിങ്, മെയ്റ്റ്സ് റെസിപ്റ്റ് ഒക്കെ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ IMFും WTO അതേപോലെ തന്നെ വേൾഡ് ബാങ്ക്, ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം A+ എന്ന് പറയുന്നത് ഒരു വിദൂരമായൊരു സ്വപ്നമൊന്നുമല്ല. നന്നായിട്ട് പഠിച്ചോളൂ. പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഞാൻ ഒരുപാട് വീഡിയോസിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടാവും. സോ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ നോക്കിയിട്ടുണ്ടോ എന്നൊന്നും കൂടി എൻഷുവർ ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിമെമ്പർ ചെയ്യുക. അതായത് വീണ്ടും ഓർമ്മിച്ച് മൈൻഡിലുണ്ടെന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്.
ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫീൽഡിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെങ്കിൽ അതും പറയാം. ഞാനത് പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. സോ മക്കളെ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും നമ്മളെ ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെ തന്നെയാണ് അത് വരുന്നത്. സോ മക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, ടൈം ചുമ്മാ കൊണ്ടുപോയി കളയരുത്. നിങ്ങൾ കുറച്ച് സമയം കൂടിയേ നിങ്ങൾ ഇനി ആ ഒരു ആനുവൽ എക്സാമിനേഷനേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. അതായത് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം. സോ ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുകയല്ല. ആക്ച്വലി എനിക്കാണ് ടെൻഷൻ. നിങ്ങൾ എക്സാം പോകുന്നത് വെച്ചാൽ എനിക്കാണ് ടെൻഷൻ. എനിക്ക് അറിഞ്ഞൂടെ എന്താ ഞാൻ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. സോ എവറിത്തിങ് ഇസ് സെറ്റ്. ഓക്കെ, സെറ്റാണ് നമ്മൾ. സോ ഇനി എന്താ പറയുക, അങ്ങ് എന്താ പറയുക, കയറി മേയാന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് അടിച്ച് പൊളിച്ച് അങ്ങ് പരീക്ഷ ചെയ്താൽ ബി കോൺഫിഡൻറ്റ് യുവർ സെൽഫ്. നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. അതായത് ഞാൻ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പോവാണെന്നുള്ള ആ ഒരു ആവേശത്തിൽ, ആ ഒരു ആഹ്ലാദത്തിലായിരിക്കണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകേണ്ടത്. എല്ലാവരും ഫ്രണ്ട്സിനോടൊക്കെ യെസ് യു ക്യാൻ ഡു ബെറ്റർ എന്നുള്ളൊരു നല്ലൊരു വിഷ് കൊടുത്തുകൊണ്ട് തന്നെ എക്സാം ഹാളിലേക്ക് പോകാം.